അമേരിക്ക വേട്ടയാടിയ 4 ഭരണാധികാരികൾ, 3 വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ളവർ. ഇറാഖിന്റെ സദ്ദാം ഹുസൈൻ, ലിബിയയിലെ മുഅമ്മർ ഗദ്ദാഫി, വെനസ്വേലയിലെ നിക്കോളാസ് മഡൂറോ, പിന്നെ ഇറാനിലെ ആയത്തുള്ള ഖൊമേനി. കഴിഞ്ഞ 25 വർഷത്തിനിടെ അമേരിക്കയുടെ പിന്തുണയോടെ വധിക്കപ്പെട്ടവരാണ് ഇവരിൽ 3 പേരും. 4-മനായ മഡൂറോ ഇപ്പൊ അമേരിക്കയിലെ ജയിലിലുണ്ട്. ഇവരുടെയൊക്കെ മേൽ അമേരിക്ക ആരോപിച്ച കുറ്റങ്ങൾ എന്തൊക്കെയാണ്? സദ്ദാം വിനാശകാരികളായ ആയുധങ്ങൾ കൈവശം വെച്ചു. ഗദ്ദാഫി വംശഹത്യയ്ക്ക് ശ്രമിച്ചു, മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തി. മഡൂറോ രാജ്യാന്തര തലത്തിൽ മയക്കുമരുന്ന് കടത്തിന് കളമൊരുക്കി. ഖൊമൈനി ആണവായുധം നിർമ്മിക്കാൻ ശ്രമിച്ചു, തീവ്രവാദം പ്രോത്സാഹിപ്പിച്ചു. എന്നാൽ അമേരിക്ക തുറന്ന് സമ്മതിക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇവരൊക്കെ എണ്ണ വിൽക്കുന്ന കറൻസിയായ ഡോളർ ഒഴിവാക്കാൻ നോക്കി. ഇറാഖ് എണ്ണ വിൽക്കുന്നത് ഇനി യൂറോയിലായിരിക്കും എന്ന് പ്രഖ്യാപിച്ച 3 വർഷത്തിനുള്ളിലാണ് സദ്ദാമിനെ പിടികൂടിയത്, പിന്നീട് തൂക്കിലേറ്റിയത്. എണ്ണ വിൽക്കാൻ ആഫ്രിക്കയ്ക്ക് സ്വന്തമായൊരു ഗോൾഡ് ദിനാർ കൊണ്ടുവരാൻ നീക്കം തുടങ്ങിയ ഗദ്ദാഫി 2 കൊല്ലത്തിനിടയിൽ കൊല്ലപ്പെട്ടു. ഖൊമേനിയും മഡൂറോയും എന്താണ് ചെയ്തത്? ചൈനീസ് യുവാനിലും ക്രിപ്റ്റോ കറൻസിയിലും എണ്ണ വിൽക്കാൻ ശ്രമിച്ചു. പിന്നെ ഈ 4 രാജ്യങ്ങൾക്കും മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അത് അടുത്ത വീഡിയോയിൽ പറയാം. സാമ്പത്തിക രംഗത്തെ ഇത്തരം അധിനിവേശങ്ങളുടെയും ചെറുത്തുനിൽപ്പിന്റെയും കഥകൾ മിസ്സാവാതിരിക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ബി2ഹാർട്ട് ഫോളോ ചെയ്യാം.